പിണറായി വിരുദ്ധ വികാരം അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ വിധി എന്ന് പറയുന്നത് പിണറായി വിസത്തിൻ്റെ മസ്തകം തകർക്കുന്ന വിധിയായിരിക്കും. അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം റിയാസിൻ്റെ വളർച്ചയ്ക്ക് അയാൾ വിഘാതമാണെന്നുള്ള ബോധ്യം പിണറായിക്കും ഗോവിന്ദനുമുണ്ട്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പിണറായി വിരുദ്ധ വികാരം ഒരു മലവെള്ള പാച്ചിൽ പോലെ നിലമ്പൂർ മാറാൻ പോവുക. അൻവറിന് അത് ബോധ്യമുണ്ടെന്നുള്ളതുകൊണ്ടാണ് അൻവർ ഇതുവരെ പ്രചരണം പോലും തുടങ്ങിയിട്ടില്ല. അൻവർ പിന്മാറുമോ എന്നുള്ള സംശയം വരെ എനിക്കുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അൻവറിൻ്റെ പുതിയ നിബന്ധനകൾ ഞാൻ കണ്ടു. അത് കാണുമ്പോൾ സത്യത്തിൽ ഈ അൻവറിൻ്റെ സമനില തെറ്റിയോ എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ നിലമ്പൂരിൽ പോര് കടുക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി അവിടെ ചില മാറ്റങ്ങളും നിലപാടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ PV അൻവർ അദ്ദേഹം ആദ്യത്തെ ഒരു നിലപാടല്ല, അദ്ദേഹം മണിക്കൂറുകൾ തോറും നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ ചില അവതാരങ്ങളും അവിടെ മത്സരിക്കാനായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല എങ്കിൽ പോലും ഇപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ല സുമേഷ്, ഇതിലേ ഈ നിലമ്പൂർ എന്നല്ല, കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വവും ഇതൊന്നും പ്രസക്തമല്ല. ഇന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും ആ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഏക വികാരം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരമാണ്. പിണറായി വിരുദ്ധ വികാരം അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ വിധി എന്ന് പറയുന്നത് പിണറായി വിസത്തിൻ്റെ മസ്തകം തകർക്കുന്ന വിധിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ആ വിധി ജൂൺ 19 വരെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിലാണെങ്കിൽ ഈ പിണറായി വിരുദ്ധ വികാരം ഇപ്പോൾ ചെറിയ തോതിൽ കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി അത് പരകോടിയിലെത്തുകയും പിണറായിസത്തിനെതിരെ പൊരുതുന്ന അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ തങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കണമോ എന്ന് തോന്നുന്ന ഒരു മുന്നണി ഉണ്ടെങ്കിൽ ആ മുന്നണി നമ്മളാരും വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തെ നമ്മളാരും ഈ പറഞ്ഞ പോലെ കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത അത്ര വലിയ ഭൂരിപക്ഷത്തിൽ പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ മുൻഗണന ജനങ്ങൾ നൽകി മുമ്പിൽ പോരാടി നിൽക്കുന്ന മുന്നണി ഏതാണോ അവർ ചെയ്യും. അതാണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും UDF ആദ്യം അൻവറിനോടൊപ്പം നിന്നതെങ്കിലും ഒട്ടും വഴങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അൻവറിനെ കൂടെ നിർത്തുന്നത് UDFന് എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ എന്നാൽ പോലും അൻവറിന് നിഷ്കരുണം തള്ളിക്കളയാൻ അത് UDFനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? ഇല്ല, അൻവർ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഇപ്പം നിലമ്പൂർ മണ്ഡലത്തിൽ അതുണ്ട്. പക്ഷേ അത് ദിവസം കഴിയും തോറും ആ പ്രതിഭാസം അങ്ങ് ഇല്ലാതായി എന്ന് പോകും. നമ്മൾ അൻവറിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കുക. അൻവർ ആണ് മാസങ്ങൾക്ക് മുമ്പ് പിണറായിസത്തിനെതിരായി ഒരുപക്ഷെ UDFനേക്കാൾ മുന്നിൽ നിന്ന് പോരാടിയിരുന്ന ഒരാളാണ് അൻവർ ഉയർത്തിയ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അത് പുതിയതായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അൻവർ ആ പിണറായി വിസത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പേരിൽ അവിടുന്ന് ആ മുന്നണിയിൽ നിന്ന് രാജിവെക്കുകയും പോവുകയും നിലമ്പൂരിലെ MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അൻവറിൻ്റെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി രാജിവെച്ച ഒരാളാണ് അൻവറെങ്കിൽ അൻവറിന് ഭാവിയിൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകണമെങ്കിൽ അൻവർ എടുക്കേണ്ട പ്രാഥമിക നിലപാട് എന്ന് പറയുന്നത് താൻ രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിസം തോറ്റു തുന്നം പാടും എന്ന് ഉറപ്പുവരുത്താനുള്ള നിലപാടാണ് അൻവർ എടുക്കേണ്ടത്. ആ നിലപാടെടുത്താൽ മാത്രമേ അൻവറിനും ഭാവിയിൽ രാഷ്ട്രീയമായി നിലനിൽപ്പും പ്രസക്തിയുമുള്ളൂ. കാരണം അൻവർ LDFിൽ നിന്ന് പോകുന്ന എന്തിനാ? പിണറായി വിസത്തിനെതിരായിട്ടുള്ള സമരമാണ്. പിണറായി വിസത്തിനെതിരായിട്ടുള്ള സമരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അൻവറിൻ്റെ പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ നിർണായകമായൊരു ചുവടുവെപ്പായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറുക എന്നുള്ളതാണ്.
അതിന് പകരം തന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് താനാണ് ഈ സമരത്തിന് മുന്നിൽ നിന്നത്, തന്നെ കേന്ദ്രീകരിച്ചത് പോകണം, തൻ്റെ ആവശ്യങ്ങൾ സാധിക്കണം, തൻ്റെ നിബന്ധനകൾ സാധിച്ചു തരണം, UDF നിർത്തുന്ന സ്ഥാനാർത്ഥി ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പോയാൽ അൻവർ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസ തെരഞ്ഞെടുപ്പിന് അപ്പുറത്ത് കാണില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അൻവറിൻ്റെ പുതിയ നിബന്ധനകൾ ഞാൻ കണ്ടു. അത് കാണുമ്പോൾ സത്യത്തിൽ ഈ അൻവറിന്റെ സമനില തെറ്റിയോ എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. കാരണം അടുത്ത UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പ് കൊടുക്കുന്നു പറയുമ്പോൾ അൻവറിന്റെ സത്യം ആർക്കായിരുന്നാലും തോന്നിപ്പോവും ഈ സമനില തെറ്റിയിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ അൻവർ ഇപ്പം അൻവറിന് സതീശനെ മാറ്റണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ അൻവർ പറയാൻ തെറ്റൊന്നുമില്ല. കാരണം സതീശൻ ഈ പറഞ്ഞ പോലെ UDFിൽ തന്നെ ഒരു എടുക്കാച്ചിരക്കായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അതൊക്കെ നീക്കി ചിലരെന്നോട് പറഞ്ഞ് അൻവർ തമാശയായിട്ട് പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അൻവറിൻ്റെ ഈ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അൻവറിന്. അത് ഒരു വസ്തുതയാണ്. അൻവറിന് തൻ്റെ കാര്യം എന്താകും എന്നുള്ളത് സംബന്ധിച്ച് വലിയൊരു പരിഭ്രാന്തി അയാൾക്ക് നേരിട്ടിരിക്കുകയാണ്. അപ്പം UDFിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, UDFിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറെ കൂടെ മുന്നേറാൻ കഴിയുമായിരുന്നു. അതിലേറെ സംശയം. അൻവർ കൂടെ ഇല്ലാത്തത് കൊണ്ട് UDF ഭൂരിപക്ഷം കുറയും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എൻ്റെ ഒരു തോന്നൽ പോകെ അതായത് ഇലക്ഷൻ അടുക്കുന്നിടത്തോളം ഇത് പിണറായി വിരുദ്ധം അനുകൂലം, പിണറായി വിരുദ്ധം എന്നും പറഞ്ഞ് അങ്ങ് ധ്രുവീകരിക്കപ്പെടും. മനസ്സിലായി? അങ്ങനെ ധ്രുവീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഘടകം ഉണ്ടല്ലോ, ഇതങ്ങ് അപ്രസക്തമായി അന്തരീക്ഷത്തിൽ വിലയും പ്രാപിച്ചങ്ങ് പോകും. കാരണം പിണറായിസത്തിനെതിരായിട്ടാണ് ഈ സമരമെങ്കിൽ പിണറായിസത്തിനെതിരെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന സംവിധാനം UDF ആണ്, സതീശനല്ല, UDF ആണ്. സ്വാഭാവികമായും പിണറായിസത്തിനെതിരെ UDF നിൽക്കുമ്പോൾ പിണറായിസത്തിനെതിരെ അൻവർ എന്ന് പറയുന്നതിനകത്ത് എന്താ പ്രസക്തിയാണുള്ളത്? പിണറായിസത്തിനെതിരായിട്ടാണ് സമരം. പിണറായിസത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം പിണറായിസത്തിനെതിരെ സമരം ചെയ്യുന്ന ആ സംവിധാനം എന്താണോ ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും UDF പിന്നെ അൻവറിന് ചില നിബന്ധനകൾ, അതിൽ ആദ്യത്തേത് ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള ഒരു നിലപാട്, ഒരു ആവശ്യം, അതെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു തർക്കത്തിന്റെ ആവശ്യം വരില്ലായിരുന്നല്ലോ. അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, പിണറായിസത്തിനെതിരായിട്ടാണ് അൻവറിൻ്റെ സമരമെങ്കിൽ അൻവർ ആര്യടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഉയർത്താൻ പാടില്ല. ആര്യടൻ ഷൗക്കത്തും അൻവറും തമ്മിൽ വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. അതല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ പിണറായിസത്തിനെതിരായിട്ടാണ് അൻവർ സമരം ചെയ്യുന്നതെങ്കിൽ അൻവറിന് വേറൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനേ കഴിയില്ല. ഇനി നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അൻവർ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് വന്നിട്ട് ആ സ്ഥാനാർത്ഥി പാടില്ല, ഈ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞാൽ അൻവർ രോമത്തിൻ്റെ വില കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് അൻവർ പറയുന്നത്. അതൊരു പാർട്ടിയിലും അങ്ങനെ നടക്കില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, UDFിനെ സംബന്ധിച്ചുള്ള UDF ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയാണ് അയാൾ ആദ്യാവസാനം അയാളോട് പെരുമാറിയിട്ടുള്ളത്. കാരണം അയാൾ കൂടെ നിൽക്കേണ്ടത് UDFിൻ്റെ ഒരു ആവശ്യമായിരുന്നു. UDFിൽ ഇപ്പോൾ പോലും അയാളോട് അത്തരത്തിൽ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ അയാൾക്ക് നിലനിൽക്കുകയും ഭാവിയിൽ അയാൾക്കൊരു വില കിട്ടുകയും ചെയ്യണമായിരുന്നുവെങ്കിൽ അയാൾ എടുക്കേണ്ട നിലപാട് എന്തായിരുന്നു? ഞാൻ പിണറായിസത്തിനെതിരായിട്ടുള്ള സമരവും ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ LDFുമായിട്ട് ഉള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചത്. ഞാൻ വിച്ഛേദിച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ചേരാൻ പറ്റാത്ത ഒരാൾ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് എനിക്ക് ബോധ്യമായി. എനിക്ക് അയാളുമായിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരു അടവ് നയമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ CPMൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയും അവിടെ CPMനെതിരായി നിൽക്കുകയും കേന്ദ്രത്തിൽ CPMനെതിരായി നിൽക്കുകയും കേന്ദ്രത്തിൽ CPMനോടൊപ്പം നിൽക്കുകയും അല്ലേ? ഇപ്പോൾ ഇന്ത്യ മുന്നണി CPMും കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുക ഇവിടെ തമ്മിൽ. അപ്പം അങ്ങനെ അടവ് നയങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് അയാളുമായിട്ട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിലും ഒരു അടവ് നയം എന്നുള്ള നിലയിൽ പിണറായിസത്തെ തോൽപ്പിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആര്യടൻ ഷൗക്കത്തിനെ പോലും ഞാൻ അംഗീകരിക്കും. കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പിണറായിസമാണ്. അതിന് ഞാൻ ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കുന്നു. എനിക്ക് അയാളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിസത്ത് അതിന് പകരം അയാൾ, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, അയാൾ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുകയാണ് ചൂടാനാണ് അയാൾ ശ്രമിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോണ്ടല്ലോ അൻവർ ഒന്നുമില്ലാതാവും. അൻവറിനത് ബോധ്യമുണ്ടെന്നുള്ളതുകൊണ്ടാണ് അൻവർ ഇതുവരെ പ്രചരണം പോലും തുടങ്ങിയിട്ടില്ല. അൻവർ പിന്മാറുമോ എന്നുള്ള സംശയം വരെ എനിക്കുണ്ട്.
കാരണം ഈ മറ്റേ തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ട് തള്ളിപ്പോയി എന്നൊക്കെ പറയുന്നതൊക്കെ മനഃപൂർവ്വമാണെന്നുള്ള സംശയം എനിക്കുണ്ട്. അയാൾ ഇന്നും പറയുന്നുണ്ട് എന്നെ കോൺഗ്രസ്സുകാർ ബന്ധപ്പെടുന്നുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ ഒരു പ്രശ്നം എന്താണ്? അയാൾ ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നതല്ല നിലപാട് വ്യക്തത ഇല്ലാത്തൊരു നിലപാട്. ഇപ്പൊ ഇന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആഭ്യന്തരവും എന്തൊരു ഹൈറ്റ് ഓഫ് അബ്സേർഡിറ്റി അല്ലേ? ഒരു മന്ത്രിസ്ഥാനം വേണം എന്ന് പോലും അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾ LDF നോക്കൂ. LDF ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് ഒരു MLA ഉണ്ട്, KP മോഹനൻ. അയാൾ കൂത്തുറമ്പിൽ ജയിച്ച 4 വർഷമായിട്ടും അയാളെ മന്ത്രി പോലും ആക്കിയിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അയാളിപ്പോൾ നിൽക്കേണ്ടിയിരുന്ന എന്താണ്? ഇയാൾ എങ്ങനെയെങ്കിലും UDF നിൽക്കണമായിരുന്നു. നിന്നിട്ട് അയാൾ എന്ത് പറയണമായിരുന്നു? ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ കാരണമാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്, ഞാനില്ലായിരുന്നു അല്ലേ? UDF ഒരുപാട് പേര് അദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ട്. സതീശൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അയാളെ അനുകൂലിക്കുകയാണ്. സ്വാഭാവികമായും അയാളുടെയും കൂടി പങ്കാളിത്തത്തോടെ ഭൂരിപക്ഷം കിട്ടിയെന്ന് മറ്റുള്ളവരും പറഞ്ഞേനെ. അയാൾ അത് മുഴുവൻ നശിപ്പിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ പണ്ട് നമ്മളവിടെ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു രാജാവിൻ്റെ ദേഹത്ത് കൊതുക് വന്നിരുന്നപ്പം കൊതുകിനെ കൊല്ലാൻ വാളുകൊണ്ട് വെട്ടിയെന്ന്. കൊതുകിനെ കൊല്ലാൻ വാളുകൊണ്ട് വെട്ടി തല പോയി എന്ന് പറഞ്ഞു പോലെ അയാൾ ഇവിടെ സ്വയം വാളുകൊണ്ട് വെട്ടി അയാളുടെ തല കളയുകയാണ്. ജൂൺ 19 കഴിഞ്ഞാൽ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടാവില്ല. അൻവർ ഇല്ലാത്തത് കൊണ്ട് UDF ഭൂരിപക്ഷം കുറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പിണറായി വിരുദ്ധ വികാരം ഒരു മലവെള്ള പാച്ചിൽ പോലെ നിലമ്പൂർ മാറാൻ പോവുക. അല്ല, ഈ അവിടെ ഇത് പറയുമ്പോഴും പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. ആ അലയടിയുടെ ഫലമാണ് വീഴുന്ന ഓരോ വോട്ടും, UDF കിട്ടുന്ന ഓരോ വോട്ടും എന്ന് ഉള്ള ഒരു അഹന്ത, ഒരു അമിതമായ ആത്മവിശ്വാസം UDF ഇല്ലേ? ഇല്ല, UDF അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF സംബന്ധിച്ചിടത്തോളം UDF അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. അവർ ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിനകത്തൊന്നും ഒരു വിധത്തിലുള്ള വിഭാഗീയതോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം പിണറായി വിരുദ്ധ വികാരമൊന്നും മാറ്റി നിർത്തിയാൽ പോലും 977 മുതൽ അടിമുടി UDF മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൽ 2016 21 ചെറിയ മാറ്റം വന്നത്. 2021 2016 11,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച അൻവറിന് 2021 പിണറായി വിജയൻ ഈ കോവിഡ് കിറ്റ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും 2,500 വോട്ടിന് ഭൂരിപക്ഷം അവിടെ കിട്ടിയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പോലും അതൊരു അടിമുടി UDF മണ്ഡലമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അതിഭീകരമായിട്ടുള്ള UDF വിരുദ്ധ വികാരത്തിനപ്പുറത്ത് ഈ സ്വരാജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ CPM അണികൾക്ക് പോലും ദഹിക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ്. UDF അല്ല, LDF അണികൾക്ക് പോലും ഒട്ടും ദഹിക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അഹങ്കാരത്തിന്റെ ആൾരൂപമാണ്. അല്ല, അതിപ്പോ തന്നെ പണ്ട് VS-നെതിരെ ഉയർത്തിയ പരാമർശങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അത് മാത്രമല്ല, അയാൾ അഹങ്കാരത്തിൻ്റെ ആൾ രൂപമാണ്. അയാൾ ഒരു സമരം അവിടെ പോരാടി ജയിപ്പിച്ചിട്ടില്ല. അയാൾ നിലമ്പൂരില്ല. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നിലമ്പൂരില്ല. അയാൾ 2016 പിന്നെ തൃപ്പൂണിത്തുറന്നാണ് ജയിച്ചത്. 2021 വീണ്ടും തൃപ്പൂണിത്തുറന്ന് മത്സരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്ന അയാൾ 10-20 വർഷമായിട്ട് നിലമ്പൂരില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം റിയാസിന്റെ വളർച്ചയ്ക്ക് അയാൾ വിഘാതമാണെന്നുള്ള ബോധ്യം പിണറായിക്കും ഗോവിന്ദനുമുണ്ട്. 2021 അയാൾ തോറ്റതാണ്. തൃപ്പൂണിത്തുറം 2025 വമ്പം ഭൂരിപക്ഷത്തിനൊന്ന് തൂക്കം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 2026 സീറ്റ് പോലും കിട്ടൂല. ഈ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ് അയാളെ നിർത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അയാളെ മത്സരിപ്പിക്കരുതെന്ന് കാല് പിടിച്ചു പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അനുവദിക്കാതെയാണ് അയാളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പിടിക്ക് 2 പക്ഷി എന്നുള്ളതിൽ ഇയാളെ തീർക്കുക എന്നുള്ള ലക്ഷ്യം. എന്തായാലും ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി അവിടെ 2 വ്യക്തികൾ വീണ്ടും ഇല്ലാതാകും എന്നുള്ളതാണ്, അൻവറും സ്വരാജും. സംശയമൊന്നുമില്ല. അൻവറും സ്വരാജും തീരും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ ഇതിനുള്ളിൽ തന്നെ ഈ സ്വരാജിനെ കൊലയ്ക്ക് കൊടുത്തതാണെന്നും പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അവിടെ നമ്മൾ ആരും വിചാരിക്കാത്ത നിലയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് UDF പോകും. അത് പോകുന്നതിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന് ഒരു റോളും ഉണ്ടാവില്ല. അതും കൂടെ പറഞ്ഞു വെച്ചേക്കാം ഞാൻ. കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നല്ല സ്ഥാനാർത്ഥിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അയാൾ പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെയോ അല്ലെങ്കിൽ LDF-നെതിരെയോ എന്തെങ്കിലും ഒന്നും പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അയാൾ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് എന്ന് മാത്രമല്ല, അയാൾ അവരുടെ എന്തോ ഒരു സാംസ്കാരിക സംഘടനയുടെ എന്തോ ആയിരുന്നു. അയാളെന്തോ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള അത്രേ ഉള്ളൂ. എന്തോ ബ്ലോക്ക് പഞ്ചായത്ത് വേണ്ടതിൻ്റെയൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്താണ് പറ്റിയ സ്ഥാനാർത്ഥിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവിടെ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് പ്രസക്തമല്ല. അവിടെ പിണറായിസത്തിനെതിരെ ഒരു ചിഹ്നം കിട്ടണം. ആ ചിഹ്നം കൈപ്പത്തിയാണ്. ആ കൈപ്പത്തിയിൽ വീഴാൻ പോകുന്ന നല്ല ശതമാനം വോട്ടും CPM അണികളുടെ വോട്ടായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. സാധാരണ ഉള്ളതുപോലെ
UDF-നകത്ത് യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല. കാരണം അവർക്ക് ബോധ്യമുണ്ട്. 10 വർഷമായിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു 10-20,000 മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് ജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ CPM-ന്റെ ഈ ഒരു മൈൻഡ് ഗെയിമാണല്ലോ. CPM അല്ലാതെ പക്ഷെ അല്ല, അപ്പോഴും ഈ ഒരു ബൈ ഇലക്ഷൻ വരുന്ന നിയമസഭാ ഇലക്ഷനെ സ്വാധീനിക്കൂ? അത് സ്വാഭാവികമാണല്ലോ. അത് 100% കാരണം ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം സ്റ്റാറ്റസ് കോ ആണ്. പുതുപ്പള്ളി UDF ആയിരുന്നു, UDF ജയിച്ചു. തൃക്കാക്കര UDF ആയിരുന്നു, UDF ജയിച്ചു. പാലക്കാട് UDF ആയിരുന്നു, UDF ജയിച്ചു. ചേലക്കര LDF ആയിരുന്നു, LDF ജയിച്ചു. പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഒന്നാം മണ്ഡലം തിരിച്ചു പിടിക്കുകയും 2 നല്ല ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുകയും കൂടെ ചെയ്താൽ അത് വലിയ മുൻതൂക്കം UDF-ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് കണക്കാക്കി തന്നെയാണ് അവരുടെ പ്രവർത്തനം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.